Once again, welcome back my dear students and viewers. Today, in this class, you are going to learn treatment of goodwill at the time of admission of a partner. Treatment of goodwill. When a new partner is admitted, goodwill can be treated in two ways. One, by premium method, and two, by revaluation method. Premium method of treatment of goodwill at the time of admission of a partner is already studied in the last class. Now, in this class, you are going to learn treatment of goodwill by revaluation method. Revaluation method. This method is followed when the new partner does not bring in his share of goodwill in cash. In such a situation, the goodwill account is raised in the books of account. That is, total goodwill is divided among all the partners in all the ratio. When goodwill is raised in the books of the firm, it will be shown in the balance sheet. റീവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പുതിയ പാർട്ണർ അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നില്ല എങ്കിൽ ആണ് റീവാലുവേഷൻ മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പുതിയ പാർട്ണർ അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ പറയുന്ന പേര് പ്രീമിയം മെത്തേഡ് എന്നാണ്. പുതിയ പാർട്ണർ അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ ബിസിനസ്സിൻ്റെ മൊത്തം ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ മൊത്തം ഗുഡ്വിൽ പഴയ പാർട്ട്നേഴ്സിന് പഴയ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗുഡ്വിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എപ്പിയർ ആവും. അങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഗുഡ്വിൽ വന്നു കഴിഞ്ഞാൽ അത് ബാലൻസ് ഷീറ്റ് വരക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിച്ചിരിക്കണം. ഇനി ദർ ആർ ടു പോസിബിലിറ്റീസ്. No goodwill appears in the books, and two, goodwill already exists in books. ഒന്ന്, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇപ്പോഴും ഗുഡ്വിൽ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ടോട്ടൽ ഗുഡ്വിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത് പറയുന്നത് ഗുഡ്വിൽ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദി ബുക്സ്. ഇപ്പം ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഗുഡ്വിൽ എന്ന് പറയുന്ന ഐറ്റം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഗുഡ്വിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഗുഡ്വിൽ എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് മുന്നേ എപ്പോഴോ വീതിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഗുഡ്വിൽ അക്കൗണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ എമൗണ്ട് കഴിച്ച് ബാക്കി വരുന്ന ഗുഡ്വിൽ, ടോട്ടൽ ഗുഡ്വില്ല് ആ ഓൾറെഡി കൊടുത്ത ഗുഡ്വില് അല്ലെങ്കിൽ ബുക്സിൽ കാണുന്ന ഗുഡ്വില് മൈനസ് ചെയ്ത് ബാക്കി വരുന്ന ഗുഡ്വില് ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നോക്കാം. ആദ്യത്തെ നോക്കാം. നോ ഗുഡ്വിൽ അപ്പിയേഴ്സ് ഇൻ ദി ബുക്സ്. When no goodwill appears in the books at the time of admission of a new partner, the goodwill account must be raised at its full value. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഗുഡ്വിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പാർട്ട്നേഴ്സിന് ഗുഡ്വിൽ ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മൊത്തം ഗുഡ്വിൽ, ബിസിനസ്സിൻ്റെ മൊത്തം ഗുഡ്വിൽ എത്രയാണോ ആ മൊത്തം ഗുഡ്വിൽ പഴയ പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കും. അങ്ങനെ ഓൾഡ് റേഷ്യോയിൽ മൊത്തം ഗുഡ്വിൽ വീതിക്കുമ്പോൾ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻ ദർ ഓൾഡ് റേഷ്യോ. ഗുഡ്വിൽ റേസ്ഡ് അറ്റ് ഫുൾ വാല്യൂ ഇൻ ദി ഓൾഡ് റേഷ്യോ. ഇനി നമുക്ക് നോക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 1. A and B are partners in a firm sharing profits and losses in the ratio of 3:2. They decide to admit C into partnership for 1/5 share of profit. Goodwill is valued at rupees 30,000. C brings in rupees 16,000 as his capital but is not in a position to bring any amount for goodwill. No goodwill account exists in the books of the firm. Goodwill account is to be raised at full value. Record necessary journal entries. ഇപ്പോൾ എ ആൻഡ് ബി എന്ന് പറയുന്നത് 3:2 ഡിവൈഡ് ചെയ്യാണ്. അവർ സി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു. 1/5 ഷെയറാണ് കൊടുക്കുന്നത്. ബിസിനസ്സിൻ്റെ മൊത്തം ഗുഡ്വിൽ എന്ന് പറയുന്നത് 30,000 ആണ്. 16,000 സിയുടെ ക്യാപിറ്റലാണ്. അപ്പോൾ സി അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ കൊണ്ടുവരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഫുൾ ഗുഡ്വില്ലും റേസ് ചെയ്യാനാണ് പറയുന്നത്. ജേർണൽ എൻട്രി ചോദിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ജേർണൽ എൻട്രി എഴുതേണ്ടത് സി ബ്രിങ്സ് 16,000 ആസ് ഹിസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ള എൻട്രി നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. എന്താണ്? യെസ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു
C's capital 16,000. അതിനുശേഷം സി അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ കൊണ്ടുവരുന്നില്ല, പകരം ടോട്ടൽ ഗുഡ് വിൽ പഴയ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എൻട്രി ഇപ്പോൾ പഠിച്ചു. എന്തായിരുന്നു? യെസ്, ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ ഇൻ ദർ ഓൾഡ് റേഷ്യോ 3:2. ഇപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ ടോട്ടൽ ഗുഡ് വിൽ 30,000 ടു എസ് ക്യാപിറ്റൽ 18,000 ടു ബീസ് ക്യാപിറ്റൽ 12,000. 3:2 ഗുഡ് വില്ലിനെ ഡിവൈഡ് ചെയ്യുക. 30,000 ഇൻറ്റു 3/5, 30,000 ഇൻറ്റു 2/5. നെക്സ്റ്റ് രണ്ടാമത്തെ കേസ്, വെൻ ഗുഡ് വിൽ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദി ബുക്സ്. ഓൾറെഡി ബുക്കിൽ ഗുഡ് വിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു എന്നാണ് അർത്ഥം. അങ്ങനെ ഇഫ് ദി ബുക്സ് ഓൾറെഡി ഷോസ് ഗുഡ് വിൽ അക്കൗണ്ട്, റേസ് ഗുഡ് വിൽ ഫോർ ദി ബാലൻസ് എമൗണ്ട്. അപ്പോൾ ബുക്കിൽ എത്ര രൂപയുടെ ഗുഡ് വില്ലാണോ കാണുന്നത് അത് കഴിച്ച് ബാക്കി വരുന്ന ഗുഡ് വിൽ മാത്രമേ ഇപ്പോൾ പഴയ പാർട്ട്നേഴ്സിന് വീതിച്ച് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ എൻട്രി നോക്കാം. ഫോർ റേസിങ് ഗുഡ് വിൽ ഫോർ ദി ബാലൻസ് എമൗണ്ട്. ഇപ്പോൾ എൻട്രി നേരത്തെ പഠിച്ച എൻട്രി തന്നെ, ഗുഡ് വിൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓൾഡ് റേഷ്യോയിൽ തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ടോട്ടൽ ഗുഡ് വിൽ നിന്നും എത്രയാണോ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഗുഡ് വിൽ ഇപ്പോഴുണ്ട് എന്ന് പറയുന്നത് ആ ഗുഡ് വിൽ മൈനസ് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന ഗുഡ് വിൽ മാത്രം ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊടുത്താൽ മതി. നെക്സ്റ്റ്, ഫോർ റൈറ്റിംഗ് ഓഫ് ദി എക്സസ് ഗുഡ് വിൽ, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഗുഡ് വിൽ, എക്സസ് ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, അതും ഓൾഡ് റേഷ്യോയിൽ തന്നെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ മൊത്തം ഗുഡ് വില്ലായിട്ട് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് സപ്പോസ് 10,000 റുപ്പി. ഇപ്പോഴും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ 15,000 റുപ്പീസ് ഗുഡ് വിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഗുഡ് വിൽ 10,000 രൂപയാണെങ്കിലും നേരത്തെ പാർട്ട്നേഴ്സിന് ഗുഡ് വില്ലായിട്ട് 15,000 രൂപ വീതിച്ചു കൊടുത്തു. അപ്പോൾ 5,000 രൂപ ഗുഡ് വിൽ നേരത്തെ പാർട്ട്നേഴ്സിന് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ഗുഡ് വിൽ പാർട്ട്നേഴ്സിന് റൈറ്റ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ തിരികെ വാങ്ങിക്കുക. അങ്ങനെ എക്സ്ട്രാ ഗുഡ് വിൽ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ ഗുഡ് വിൽ പാർട്ട്നേഴ്സിന് തിരിച്ചു വാങ്ങിക്കുക. കുറവാണ് കൊടുത്തതെങ്കിൽ ആ കുറവ് വരുന്ന ഗുഡ് വിൽ അങ്ങോട്ടേക്ക് നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 2. A and B are partners in a firm sharing profits and losses in the ratio of 3:2. They decide to admit C into partnership for 1/5 share of profit. Goodwill is valued at rupees 30,000. C brings in rupees 16,000 as his capital but is not in a position to bring any amount for goodwill. Goodwill account exists in the books of the firm rupees 5,000. Goodwill account is to be raised in the books. Record the necessary journal entries. ഇപ്പോൾ ഇവിടെ എ ആൻഡ് ബി പാർട്ട്നേഴ്സാണ്. 3:2 ഡിവൈഡ് ചെയ്യുന്നത്. സി എന്ന് പറയുന്ന പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്നു. 1/5 ഷെയർ ആണ് കൊടുക്കുന്നത്. ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നത് 30,000 രൂപയാണ്. ബിസിനസ്സിൻ്റെ മൊത്തം ഗുഡ് വിൽ 30,000 രൂപ. സി 16,000 രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഗുഡ് വില്ലായിട്ട് യാതൊരു പൈസയും കൊണ്ടുവരുന്നില്ല. ഗുഡ് വിൽ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദി ബുക്സ് rupees 5,000. ഓൾറെഡി ബുക്കിൽ 5,000 രൂപയുടെ ഗുഡ് വിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പാർട്ട്നേഴ്സിന് 5,000 രൂപയുടെ ഗുഡ് വിൽ നമ്മൾ കൊടുത്തു. അങ്ങനെയാണ്, ബാക്കി മാത്രമേ കൊടുക്കണ്ടൂ. ഇപ്പോൾ നേരത്തെ 5,000 കൊടുത്തു, ഇനി ബാക്കിയുള്ളത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ ഗുഡ് വിൽ എന്ന് പറയുന്നത് നോട്ട്സ് ആയിട്ട് കാണിക്കുക. ടോട്ടൽ ഗുഡ് വിൽ എന്ന് പറയുന്നത് 30,000. ഗുഡ് വിൽ എക്സിസ്റ്റ് ഇൻ ദി ബുക്സ് 5,000. ബാലൻസ് ഗുഡ് വിൽ ടു ബി റേസ്ഡ് 25,000. ഇപ്പോൾ 25,000 രൂപയുടെ ഗുഡ് വിൽ മാത്രമേ ഇപ്പോഴും ബുക്കിൽ കാണിക്കുള്ളൂ. ഇപ്പോൾ ജേർണൽ എൻട്രി ആയിട്ട് വരുന്നത് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സീസ് ക്യാപിറ്റൽ 16,000. നെക്സ്റ്റ് ഗുഡ് വിൽ, ബാലൻസ് ഗുഡ് വിൽ റേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഴയ പാർട്ട്നേഴ്സിന് കൊടുക്കുമ്പോൾ ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ 25,000 ടു എസ് ക്യാപിറ്റൽ 15,000 ടു ബീസ് ക്യാപിറ്റൽ 10,000. 25,000 3:2 ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 3. A and B are partners in a firm sharing profits and losses in the ratio of 3:2. They decide to admit C into partnership for 1/5 share of profit. Goodwill is valued at rupees 30,000. C brings in rupees 16,000 as his capital but is not in a position to bring any amount for goodwill. Goodwill account exists in books of the firm rupees 40,000. Goodwill account is to be raised in the books. Record the necessary journal entries. അപ്പോൾ ഇവിടെ എ ആൻഡ് ബി
ഷെയർ ചെയ്യുന്നത് 3:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. സി എന്ന് പറയുന്ന പാർട്ണർ അഡ്മിറ്റ് ചെയ്യുന്നു 1/5 ഷെയറാണ് സിക്ക് കൊടുക്കുന്നത്. ബിസിനസ്സിൻ്റെ മൊത്തം ഗുഡ് വിൽ എന്ന് പറയുന്നത് 30,000 രൂപ. പക്ഷേ ഓൾറെഡി ബുക്കിൽ 40,000 രൂപയുടെ ഗുഡ് വിൽ ഉണ്ട്. അപ്പോൾ 40,000 രൂപയുടെ ഗുഡ് വിൽ ബുക്കിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 40,000 രൂപയുടെ ഗുഡ് വിൽ പാർട്ട്നേഴ്സിന് ഓൾറെഡി വീതിച്ചു കൊടുത്തു. പക്ഷേ ഗുഡ് വില്ലിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 30,000 മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് 10,000 റുപ്പീസ് ഗുഡ് വിൽ എക്സസ് ആയിട്ട് പാർട്ട്നേഴ്സിന് നേരത്തെ വീതിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എക്സസ് ആയിട്ട് കൊടുത്ത 10,000 റുപ്പീ ഗുഡ് വില് പാർട്ട്നേഴ്സിന് നിന്ന് തിരിച്ചു വാങ്ങിക്കുക, അല്ലെങ്കിൽ അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുക. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ സി ബ്രിങ്സ് 16,000 ആസ് ഹിസ് ക്യാപിറ്റൽ. നമുക്ക് നോക്കാം, നോട്ട്സ് നോക്കാം. ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ് വിൽ 30,000. ഗുഡ് വിൽ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദി ബുക്സ് 40,000. ഇപ്പോൾ ഡിഫറൻസ് വരുന്ന എക്സ്ട്രാ ഗുഡ് വിൽ എക്സിസ്റ്റ് ഇൻ ദി ബുക്സ് എന്ന് പറയുന്നത് 10,000 ആണ്. ആ എക്സ്ട്രാ ഗുഡ് വിൽ നേരത്തെ പാർട്ട്നേഴ്സിന് കൊടുത്തിരിക്കുന്ന 40,000 രൂപയിൽ ഇപ്പോൾ വാല്യൂ ചെയ്തിരിക്കുന്ന 30,000 കഴിച്ച് ബാക്കി വരുന്ന 10,000 റുപ്പീ ഗുഡ് വില് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ നിന്ന് തിരിച്ചെടുക്കുന്നതായിട്ട് കാണിക്കുക. ഇപ്പോൾ എൻട്രി നോക്കുമ്പോൾ ഫസ്റ്റ് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എൻട്രി സാധാരണ എഴുതുന്ന എൻട്രി തന്നെ ക്യാഷ് അക്കൗണ്ട് ടു സീസ് ക്യാപിറ്റൽ 16,000. അതിനുശേഷം എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന 10,000 റുപ്പീ ഗുഡ് വില് പാർട്ട്നേഴ്സിൻ്റെ നിന്ന് തിരിച്ചെടുക്കുമ്പോൾ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 6,000, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 4,000 ടു ഗുഡ് വിൽ, extra goodwill written off in old ratio, that is 3:2. Next illustration number 4. A and B are partners in 2:1. They admit C for 1/3 share. C is not in a position to bring his share of goodwill. Goodwill of the firm is valued at rupees 24,000. They decide to raise goodwill account in the books. Give entries in the following cases. 1. If there is no existing goodwill account in the books. Second, if goodwill appears in the books at rupees 9,000. Third, if goodwill appears in the books at rupees 30,000. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എ ആൻഡ് ബി ഷെയർ ചെയ്യുന്നത് 2:1 ആണ്. സി അഡ്മിറ്റ് ചെയ്യുന്നു 1/3 ഷെയർ കൊടുത്തുകൊണ്ട് സി ഈസ് അൺഎബിൾ ടു ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ എന്നാണ് പറയുന്നത്. സി അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ ക്യാഷായിട്ട് കൊണ്ടുവരുന്നില്ല. സി കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെ കുറിച്ചിട്ടും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ സിയുടെ ക്യാപിറ്റലിൻ്റെ ജേണൽ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല, ഗുഡ് വില്ലിൻ്റെ എൻട്രി മാത്രമേ എഴുതണ്ടൂ. ബിസിനസ്സിൻ്റെ മൊത്തം ഗുഡ് വില്ലായിട്ട് കണക്കാക്കുന്നത് 24,000 രൂപയാണ്. ഫസ്റ്റ് കേസ് പറയുന്നത് ഇഫ് ദർ ഈസ് നോ എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ ഇൻ ദി ബുക്സ്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ ഇല്ല എങ്കിൽ ടോട്ടൽ ഗുഡ് വിൽ ഷുഡ് ബി റേസ്ഡ് ഇൻ ദി ബുക്സ് ഓർ ഇറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദർ ഓൾഡ് റേഷ്യോ. ദെൻ ജേണൽ എൻട്രി വിൽ ബി ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ 24,000 to A's capital 16,000 to B's capital 8,000. Total goodwill raised 24,000 in old ratio 2:1. ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. ഇഫ് ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദി ബുക്സ് അറ്റ് റുപ്പീസ് 9,000. ബുക്സിൽ 9,000 റുപ്പീസ് ഗുഡ് വിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 9,000 റുപ്പീസ് ഗുഡ് വിൽ നേരത്തെ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് വരുന്ന ഗുഡ് വിൽ മാത്രം ഇപ്പം കൊടുത്താൽ മതി. ടോട്ടൽ 24,000 ആണ്, അതിൽ 9,000 കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി വരുന്ന 15,000 ഗുഡ് വില്ലാണ് എനിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ 15,000 ടു എസ് ക്യാപിറ്റൽ 10,000 ടു ബീസ് ക്യാപിറ്റൽ 5,000. അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്ന 15,000 രൂപ ഗുഡ് വില്ലും നേരത്തെ കൊടുത്ത 9,000 റുപ്പീസ് ഗുഡ് വില്ലും ചേർത്ത് ടോട്ടൽ പാർട്ട്നേഴ്സിന് 24,000 രൂപയുടെ ഗുഡ് വില്ല് കൊടുത്തു. നെക്സ്റ്റ് തേർഡ് കേസ് ഇഫ് ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദി ബുക്സ് അറ്റ് റുപ്പീസ് 30,000. ഇപ്പോൾ ടോട്ടൽ ഗുഡ് വില്ലായിട്ട് നമ്മൾ വാല്യൂ ചെയ്തത് 24,000 ആണ്. പക്ഷേ ബുക്കിൽ ഇപ്പോഴും 30,000 രൂപയുടെ ഗുഡ് വിൽ ഉണ്ട്. അപ്പോൾ 30,000 രൂപ ഗുഡ് വിൽ പാർട്ട്നേഴ്സിന് വീതിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 24,000 മാത്രമേ മാക്സിമം കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ 6,000 രൂപയുടെ ഗുഡ് വിൽ പാർട്ട്നേഴ്സിന് നേരത്തെ എക്സ്ട്രാ കൊടുത്തു പോയിട്ടുണ്ട്. ആ എക്സ്ട്രാ കൊടുത്തു പോയത് പാർട്ട്നേഴ്സിനൊക്കെ തിരിച്ചു വാങ്ങിക്കുക, അല്ലെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 4,000, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2,000 ടു ഗുഡ് വിൽ 6,000. Excess goodwill written off 24,000 minus 30,000, that is 6,000 rupee in old ratio 2:1. Next,
if partners decided to write off goodwill after the admission of new partner, decided not show goodwill in the balance sheet or in the books. ഇപ്പോൾ മൊത്തം ഗുഡ്വില് പാർട്ട്നേഴ്സിന് വീതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഗുഡ്വിൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കും, അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിലുണ്ടാകും. അങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഗുഡ്വിൽ വരണ്ട എന്ന് പാർട്ട്നേഴ്സ് തീരുമാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ അപ്പിയർ ചെയ്യരുത് എന്ന് പാർട്ട്നേഴ്സ് തീരുമാനിക്കുകയാണെങ്കിൽ, ന്യൂ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗുഡ്വിൽ എല്ലാ പാർട്ട്നേഴ്സിനെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യണം. അങ്ങനെ മുഴുവൻ ഗുഡ്വിലും എല്ലാ പാർട്ട്നേഴ്സിനെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഷീറ്റ് വരക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് വരാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ റൈറ്റിംഗ് ഓഫ് ഗുഡ്വിൽ ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ, ദാറ്റ് ഈസ് ന്യൂ റേഷ്യോ. ന്യൂ റേഷ്യോയിൽ എല്ലാ പാർട്ട്നേഴ്സിനെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, ടു ഗുഡ്വിൽ എന്നുള്ള എൻട്രി പാസ് ചെയ്യാം. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ. A and B are partners sharing profits and losses equally. They admit C into partnership and the new ratio is fixed as 4:3:2. C is unable to bring anything for goodwill. Goodwill of the firm is valued at rupees 18,000. Give the necessary journal entries assuming that the partners do not want goodwill to appear in the balance sheet. ഇവിടെ എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിങ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:1 ആണ് അവരുടെ റേഷ്യോ ആയിട്ട് വരുന്നത്. ദേ അഡ്മിറ്റ് സി ആൻഡ് ദി ന്യൂ റേഷ്യോ ഈസ് ഫിക്സ്ഡ് ആസ് 4:3:2. സിയെ അഡ്മിറ്റ് ചെയ്തപ്പോൾ പുതിയ റേഷ്യോ ആയിട്ട് അവർ എഗ്രി ചെയ്തത് 4:3:2 ആണ്. സി ഈസ് അൺഏബിൾ ടു ബ്രിങ് എനിത്തിങ് ഫോർ ഗുഡ്വിൽ. സി ഒന്നും തന്നെ ഗുഡ്വില്ലിലേക്ക് പൈസയായിട്ട് കൊണ്ടുവരുന്നില്ല. ഗുഡ്വിൽ ഓഫ് ദി ഫേം ഈസ് വാല്യൂഡ് അറ്റ് rupees 18,000. ബിസിനസ്സിൻ്റെ മൊത്തം ഗുഡ്വിൽ എന്ന് പറയുന്നത് 18,000 ആണ്. അതിൻ്റെ ജേണൽ എൻട്രിയാണ് കാണിക്കേണ്ടത്. എന്നിട്ട് പറയുന്നത് പാർട്ട്നേഴ്സ് ഡിസൈഡഡ് നോട്ട് ടു ഷോ ഗുഡ്വിൽ ഇൻ ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ വരാൻ വേണ്ടി പാടില്ല എന്ന് പാർട്ട്നേഴ്സ് തീരുമാനിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്വിൽ ആദ്യം ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റേസ് ചെയ്യുക, അതിനുശേഷം ഗുഡ്വിൽ അക്കൗണ്ട് എല്ലാ പാർട്ട്നേഴ്സിനെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഗുഡ്വിൽ റേസ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ 18,000 to A's capital 9,000 to B's capital 9,000. Total goodwill raised 18,000 in old ratio, that is 1:1. അതിനുശേഷം ന്യൂ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡ്വില് ടോട്ടൽ ഗുഡ്വില് എല്ലാ പാർട്ട്നേഴ്സിനെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുക ഇൻ ദർ ന്യൂ റേഷ്യോ. ഇപ്പോൾ ജേണൽ എൻട്രി എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 8,000, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 6,000, സിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 4,000 to goodwill 18,000. Goodwill written off in new ratio, that is 4:3:2. Next, if partners unable to bring his share of goodwill in cash and no goodwill account is to be raised. പാർട്ട്നേഴ്സ് അവരുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നില്ല. അറ്റ് ദി സെയിം ടൈം ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ബുക്കിൽ എഴുതാനും പാടില്ല, ഗുഡ്വിൽ അക്കൗണ്ട് റേസ് ചെയ്യാനും പാടില്ല. നമ്മൾ നേരത്തെ പഠിച്ചത് ന്യൂ പാർട്ട്ണർക്ക് അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ ക്യാഷായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ ടോട്ടൽ ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഗുഡ്വിൽ അക്കൗണ്ട് റേസ് ചെയ്യണം എന്നാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ ഗുഡ്വിൽ അക്കൗണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പാടില്ല, ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് ബുക്കിൽ വരാൻ വേണ്ടി പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രി? അതിൻ്റെ ജേണൽ എൻട്രിയാണ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓൺലി ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. ശ്രദ്ധിക്കണം, ഇവിടെ ടോട്ടൽ ഗുഡ്വില്ലല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ന്യൂ പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയാണോ ആ ഷെയർ ഓഫ് ഗുഡ്വിൽ മാത്രമാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ടു ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. ഇതാണ് നമ്മൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഈ ജേണൽ എൻട്രിയാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. പുതിയ പാർട്ട്ണർ അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ ക്യാഷായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ ഈ ജേണൽ എൻട്രിയാണ് ഇപ്പോൾ നിയമപ്രകാരം നിലനിൽക്കുന്ന എൻട്രി. പക്ഷെ നമുക്ക് നേരത്തെയുള്ള എൻട്രിയും ചിലപ്പം ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അതും പഠിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 implies that normally goodwill should not be brought into books unless it is paid for, or whenever it is recorded it should be written off over a period. ഗുഡ്വിൽ എന്ന് പറയുന്ന അക്കൗണ്ട് സാധാരണയായിട്ട് ബുക്കിൽ എഴുതാൻ വേണ്ടി പാടില്ല.
അത് എഴുതണമെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നിട്ട് ഗുഡ്വില്ലുമായിട്ട് ബന്ധപ്പെട്ട് ക്യാഷ് ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഗുഡ്വിൽ എന്ന് പറയുന്ന അക്കൗണ്ട് ബുക്കിൽ എഴുതാൻ വേണ്ടി പാടുള്ളൂ. അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10. ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ദാറ്റ് ഷുഡ് ബി റിട്ടൺ ഓഫ് ഓവർ എ പീരീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 പ്രകാരം ഒന്നുകിൽ നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്ന പ്രീമിയം മെത്തേഡ് അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന ഈ ജേണൽ എൻട്രി ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നുള്ള എൻട്രിയാണ് എഴുതേണ്ടത്. ഇതാണ് പ്രാക്ടിക്കലി നിലവിലുള്ളത്. പക്ഷേ ചിലപ്പോൾ എക്സാമിനേഷന് ഗുഡ്വിൽ റേസ് ചെയ്യാനും റൈറ്റ് ഓഫ് ചെയ്യാനും ഒക്കെയുള്ള എൻട്രി ഇപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതുകൂടി അറിഞ്ഞിരിക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ. A and B are partners in a firm sharing profits in the ratio of 3:2. They admitted C as a new partner and their new ratio is 1:1:1. C is unable to bring his share of goodwill. Goodwill of the firm is valued at rupees 60,000. Record necessary journal entries on C's admission without raising goodwill account. A and B ഷെയർ ചെയ്യുന്നത് 3:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. ദേ അഡ്മിറ്റഡ് സി ആസ് എ ന്യൂ പാർട്ട്ണർ. അതിനുശേഷം ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 1:1:1 ആണ്. സി ഈസ് അൺഎബിൾ ടു ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. സി അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല. ഗുഡ്വിൽ ഓഫ് ദി ഫേം ഈസ് വാല്യൂഡ് അറ്റ് rupees 60,000. ബിസിനസ്സിൻ്റെ മൊത്തം ഗുഡ്വിൽ എന്ന് പറയുന്നത് 60,000 ആയിട്ടാണ് വാല്യൂ ചെയ്തിരിക്കുന്നത്. റെക്കോർഡ് നെസറി ജേണൽ എൻട്രീസ് ഓൺ സീസ് അഡ്മിഷൻ വിത്തൗട്ട് റേസിങ് ഗുഡ്വിൽ അക്കൗണ്ട്. ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് റേസ് ചെയ്യാതെ ബുക്കിൽ എഴുതാനേ പാടില്ല. എന്നിട്ട് ആ ഗുഡ്വിൽ ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ നേരത്തെ പഠിച്ചു ന്യൂ പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ മാത്രം സാക്രിഫൈസിങ് റേഷ്യോയിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് നമുക്ക് ആദ്യം സിയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയാണ് വരുന്നതെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് സീസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. ടോട്ടൽ ഗുഡ്വിൽ എന്ന് പറയുന്നത് 60,000. സീസ് ഷെയർ എന്ന് പറയുന്നത് 60,000 ഇൻറ്റു സിയുടെ ഷെയർ 1:1:1 അല്ല, ന്യൂ റേഷ്യോ. അപ്പോൾ സിയുടെ ഷെയർ 1/3. അപ്പോൾ 60,000 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് 20,000 ആണ് സിയുടെ ഷെയർ ഓഫ് ഗുഡ്വില്ലായിട്ട് വരുന്നത്. ഈ 20,000 റുപ്പീസാണ് ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കൂടി കാണണം. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ദാറ്റ് ഈസ് എ 3/5 ഓൾഡ് റേഷ്യോ മൈനസ് 1/3 ന്യൂ റേഷ്യോ. 9 - 5 ഡിവൈഡ് ബൈ 15 ദാറ്റ് ഈസ് 4/15 ആണ് ഷെയർ വരുന്നത്, സാക്രിഫൈസിങ് ഷെയർ. ബിയുടേത് 2/5 മൈനസ് 1/3 ദാറ്റ് ഈസ് 6 - 5 ഡിവൈഡ് ബൈ 15 ദാറ്റ് ഈസ് 1/15. ഇപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് കിട്ടുന്നത് 4:1. ഇനി നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് കിടക്കാം. ഇപ്പോൾ ജേണൽ എൻട്രിയിൽ നമുക്ക് സിയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ മാത്രം ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള എൻട്രിയാണ് സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 20,000 ടു എസ് ക്യാപിറ്റൽ 16,000 ടു ബീസ് ക്യാപിറ്റൽ 4,000. ഗുഡ്വിൽ അഡ്ജസ്റ്റഡ് ത്രൂ ക്യാപിറ്റൽസ് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ ദാറ്റ് ഈസ് 4:1. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, സിയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടൂ. രണ്ട്, സാക്രിഫൈസിങ് റേഷ്യോയിലായിരിക്കണം അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കേണ്ടത്. അപ്പോൾ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 20,000 ടു എസ് ക്യാപിറ്റൽ 16,000 ടു ബീസ് ക്യാപിറ്റൽ 4,000 ഇൻ സാക്രിഫൈസിങ് റേഷ്യോ ദാറ്റ് ഈസ് 4:1. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 7. Amar and Akbar are partners in 3:2. They admitted Anthony as a new partner and the new profit sharing ratio is equally. Anthony could not bring his share of goodwill rupees 45,000 in cash. It is decided to do adjustment for goodwill without opening goodwill account. Pass necessary journal entry for the treatment of goodwill. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കേസ് പോലെ തന്നെ ഷെയർ ഓഫ് ഗുഡ്വിൽ പുതിയ പാർട്ട്ണറായ ആൻ്റണിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയർ ഓഫ് ഗുഡ്വിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് സാക്രിഫൈസിങ് റേഷ്യോയിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പുതിയ പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് 45,000. അപ്പോൾ 45,000 എന്ന് പറയുന്നത് ടോട്ടൽ ഗുഡ്വിൽ അല്ല, പുതിയ പാർട്ട്ണറായ ആൻ്റണിയുടെ ഷെയർ ഓഫ് ഗുഡ്വില്ലാണ്.
ആൻ്റണി കുഡ് നോട്ട് ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ₹45,000 ഇൻ ക്യാഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻ്റണീസ് ഷെയർ ഓഫ് ഗുഡ് വില്ലാണ് 45,000. അതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ ഇവിടെ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നോക്കാം കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. എയുടേത് 3/5 മൈനസ് 1/3, that is 9 minus 5 divided by 15 equal to 4/15. B യുടേത് 2/5 minus 1/3, that is 6 minus 5 divided by 15, that is equal to 1/15. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു 4:1. ഇനി നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോകാം. ജേണൽ എൻട്രി എന്ന് പറയുന്നത് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റലാണ്. ഇപ്പോൾ ന്യൂ പാർട്ട്ണർ എന്ന് പറയുന്നത് ആൻ്റണിയാണ്. ഇപ്പോൾ ജേണൽ എൻട്രി ആൻ്റണീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ 45,000 ടു അമർസ് ക്യാപിറ്റൽ 36,000 ടു അക്ബർ ക്യാപിറ്റൽ 9,000. ഗുഡ് വിൽ അഡ്ജസ്റ്റഡ് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ, ദാറ്റ് ഈസ് 4:1. നെക്സ്റ്റ് ഹിഡൻ ഗുഡ് വില്ലാണ്. ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ ഗുഡ് വിൽ കാണാൻ വേണ്ടി പറ്റില്ല. ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ പറയുകയും ചെയ്യും. നമുക്ക് നോക്കാം, അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ. A and B are partners in a firm sharing profits in the ratio of 3:2. Their capitals were ₹80,000 and ₹50,000 respectively. They admitted C on 1st January 2017 as a new partner for 1/5 share in the future profits. C brought 60,000 as his capital, calculate the value of goodwill of the firm and record necessary journal entries on C's admission. ഇപ്പോൾ ഇവിടെ എ ആൻഡ് ബി ഷെയർ ചെയ്യുന്നത് 3:2 അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 80,000 50,000 ആണ്. ദേ അഡ്മിറ്റഡ് സി ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/5 ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ്. സി ബ്രോഡ് 60,000 ആസ് ഹിസ് ക്യാപിറ്റൽ. അത്രേ പറയുന്നുള്ളൂ. സി 60,000 രൂപയാണ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നത്. ഗുഡ് വില്ലിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മളോട് പറയുന്നത് കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓഫ് ദി ഫേം ആൻഡ് റെക്കോർഡ് നെസറി ജേണൽ എൻട്രീസ് ഓൺ സീസ് അഡ്മിഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഗുഡ് വിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ഗുഡ് വിൽ കാണാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കുക സീസ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് 60,000. ഇപ്പോൾ 1/5 ഷെയർ കിട്ടാൻ വേണ്ടി സി കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 60,000 ആണ്. സി കൊണ്ടുവരുന്ന ഈ 60,000-ൽ ഗുഡ് വില്ല് കൂടി ഉൾപ്പെട്ടിട്ടുണ്ടാകാം. ഇപ്പോൾ സീസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1/5 ഷെയർ കിട്ടാൻ വേണ്ടി 60,000 രൂപയാണ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ 1/5 ഷെയറിന് 60,000 ക്യാപിറ്റൽ എങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 60,000 ഇൻറ്റു 5/1. 1/5 ജസ്റ്റ് റിവേഴ്സ് ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 60,000 ഇൻറ്റു 5/1, ദാറ്റ് ഈസ് 3 lakh ആയിരിക്കണം ബിസിനസ്സിൻ്റെ ടോട്ടൽ ക്യാപിറ്റലായിട്ട് വരേണ്ടത്. പക്ഷേ ആക്ച്വൽ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എയുടേത് 80,000, ബിയുടേത് 50,000, സിയുടേത് 60,000. അപ്പോൾ 80,000 പ്ലസ് 50,000 പ്ലസ് 60,000, ദാറ്റ് ഈസ് 1,90,000 ആണ് വേണ്ടത്. ഇപ്പോൾ ടോട്ടൽ ഗുഡ് വിൽ എന്ന് പറയുന്നത് 3 lakh ടോട്ടൽ ക്യാപിറ്റലായിട്ട് നമുക്ക് 1/5 ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടോട്ടൽ ക്യാപിറ്റൽ 3 lakh മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ 1,90,000, ഡിഫറൻസ് വരുന്ന 1,10,000 ആയിരിക്കും ബിസിനസ്സിൻ്റെ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഈ 1,10,000 ഗുഡ് വിൽ കൂടി ഉള്ളത് കൊണ്ടാണ് സി എന്ന് പറയുന്ന പാർട്ണർ കുറച്ചുകൂടി കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത്, ദാറ്റ് ഈസ് 60,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നത്. അല്ല എങ്കിൽ 60,000 കൊണ്ടുവരേണ്ട ആവശ്യമില്ല. 1/5 ഷെയർ കിട്ടാൻ വേണ്ടി 60,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 1,10,000 റുപ്പിയാണ് ടോട്ടൽ ഗുഡ് വില്ലായിട്ട് കിട്ടിയത്. ഇനി സീസ് ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത്, സിയുടെ ഷെയർ എന്ന് പറയുന്നത് 1,10,000 ഇൻറ്റു 1/5, ദാറ്റ് ഈസ് 22,000 റുപ്പീസാണ്. ഇപ്പോൾ നേരെ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സി ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നത് 60,000 രൂപയാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ 22,000 രൂപ എന്ന് പറയുന്നത് ഗുഡ് വില്ലിൻ്റെ ഷെയറും ബാക്കി 38,000 രൂപ യഥാർത്ഥത്തിൽ ക്യാപിറ്റലിന് വേണ്ടിയും കൊണ്ടുവരുന്നതായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ പാസ് ചെയ്യേണ്ട ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത് ആദ്യം സി അവരുടെ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴും മുഴുവനും ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് സീസ് ക്യാപിറ്റൽ 60,000. ഇനി ഈ 60,000 രൂപ ക്യാപിറ്റലിൽ നിന്നും ഷെയർ ഓഫ് ഗുഡ് വില്ലായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന 22,000 രൂപ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതാണ് നമ്മൾ നേരത്തെ പഠിച്ച എൻട്രി. സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 22,000 ടു എസ് ക്യാപിറ്റൽ 13,200 ടു ബീസ് ക്യാപിറ്റൽ 8,800. സീസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഇൻ സാക്രിഫൈസിങ് റേഷ്യോ, ദാറ്റ് ഈസ് 3:2. സിയുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ മാത്രം
സാക്രിഫൈസിങ് റേഷ്യോ ആയ 3:2 ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ പഠിച്ചത്. സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 22,000, ടു എസ് ക്യാപിറ്റൽ 13,200, ടു ബീസ് ക്യാപിറ്റൽ 8,800. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിംഗ് ദി ചാനൽ ആൻഡ് ഗിവ് യുവർ വാല്യുബിൾ കമൻസ്.